ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി ജുവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോർ ബ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാർ ഹബ് യൂസ്ഡ് കാറും ഷോറൂമിലുള്ള തൃശ്ശൂരുള്ള കാർ ഹബിലെ വണ്ടികളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഇതേ ഷോറൂമിലുള്ള ഒരു സ്വിഫ്റ്റ് 7 സ്വിഫ്റ്റുകളുടെ കളക്ഷൻസ് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കാണാം. സ്വിഫ്റ്റിൻ്റെ നല്ല കളക്ഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് എല്ലാവരുടെയും സ്വപ്നവാഹനമായ ഫോർച്യൂണർ, എല്ലാ വണ്ടിപ്രാന്തന്മാരുടെയും സ്വപ്നവാഹനമായ ഫോർച്യൂണറാണ്. ഇത് 2013 മോഡൽ വണ്ടിയാണ്. 3rd ഓണറാണ്. 2 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 14 ലക്ഷം രൂപയാണ്. അപ്പോൾ 14 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഫോർച്യൂണർ കേട്ടോ. ഇപ്പോൾ ഈ 2013 മോഡലാന്ന് നോക്കണ്ട, വണ്ടി നല്ല അടിപൊളി കണ്ടീഷനിലുള്ള വണ്ടിയാണ്. നിങ്ങളൊന്ന് നോക്കിക്കോ. പിന്നെ ഇതിൻ്റെ വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ട്. ഇത് 5 വർഷത്തെ AMC ഉണ്ട്, അതായത് ആനുവൽ മെയിൻ്റനൻസ് ചാർജില്ലേ, അതിൽ 5 വർഷത്തെ വാറൻറ്റി ഓൾറെഡി പെയ്ഡപ്പാണ്. അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് ഫുൾ സർവീസ് ഷോറൂമിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. അപ്പോൾ 2013 മോഡൽ വണ്ടി നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല എന്താ പറയുക, ഒരു ബീച്ച് കളറിലുള്ള ഇൻറ്റീരിയർ കണ്ടില്ലേ, നല്ല ക്ലാഡിംഗ് ഒക്കെ മുകളിലേക്ക് ചവിട്ടി കയറാനുള്ളതൊക്കെ വളരെ നീറ്റായിട്ട് നല്ല കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. സീറ്റ് സെക്കൻഡ് റോ നമ്മൾ കുറച്ച് ഉപയോഗിച്ചതിൻ്റെ ഒരു പഴക്കം അതിൽ തട്ടിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. അതിൻ്റെ സീറ്റ് കവർ അടിച്ചാലും പുതുപുത്തനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ വണ്ടി. അപ്പോൾ മുകളിലുള്ള AC വെൻസ് കാര്യങ്ങളൊക്കെ. 3rd റോ നമ്മൾ പല വണ്ടികളും 3rd റോ എന്നൊക്കെ പറയുമെങ്കിലും ഈ അപൂർവ വണ്ടികളാണ് 3rd റോ ശരിക്കും യൂസബിൾ ആയിട്ടുള്ളത്. ഫോർച്യൂണർ അങ്ങനത്തെ ഒരു വണ്ടിയാണ്. 3rd റോ നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാം. അഡൽട്ട്സിനും ഇരിക്കാം, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് വരെ ഇരിക്കാം. പിന്നെ സീറ്റിൻ്റെ കംഫർട്ട് പറയണ്ടല്ലോ. അതൊരു 1.5 മോഡൽ വണ്ടി. അപ്പോൾ 2013 മോഡൽ വണ്ടി, 3rd ഓണർ, 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളത്, 4x4 3.0 D4D വണ്ടിയാണ്. അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 14 ലക്ഷം രൂപയാണ്. ഇനി അടുത്തത് വേറൊരു പുലി, മഹേന്ദ്ര XUV 500 ആണ്. വോൾക്കാനോ ബ്ലാക്കിലുള്ള നല്ല അടിപൊളി വണ്ടി, കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ നമ്മളെ ഫീച്ചേഴ്സ് കണ്ടിട്ട് അന്തം വിട്ട് നിന്നിട്ടുള്ളൊരു വണ്ടിയാണ്. അത്രയധികം ഫീച്ചേഴ്സ് പിന്നെ ഫെസിലിറ്റീസ് ഈ വണ്ടിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. XUV 500 2013 മോഡൽ വണ്ടിയാണ്. 2nd ഓണറാണ്. 65,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളത്. ഡീസൽ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5.5 ലക്ഷം രൂപയാണ്. ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ നോക്കട്ടെ, ബീച്ച് കളറുള്ള ഇൻറ്റീരിയറൊക്കെ എന്താ പറയുക, നല്ല റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ സീറ്റൊക്കെ നോക്കി, ഇതിൻ്റെ സപ്പോർട്ട്, ഷോൾഡർ സപ്പോർട്ടൊക്കെ അടിപൊളി സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഡ്യുവൽ ടോണിലുള്ള ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. 2 ഗ്ലോ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. ഫോർച്യൂണറിനൊക്കെ പോലെ 2 ഗ്ലോ ബോക്സ്, അത് ലൈറ്റൊക്കെ താഴത്തെ ഗ്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. സെൻട്രലിൽ ഒരു ആംറസ്റ്റ്, നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഉണ്ടല്ലേ, ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ഡിസൈനിലൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മുകളിൽ വാനിറ്റി മിറർ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് മുകളിൽ വാനിറ്റി മിററിന് ലൈറ്റ് ഉണ്ട് കേട്ടോ. കണ്ട, ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫീച്ചേഴ്സ് ഒരുപാട് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, വേറൊരു വണ്ടി അങ്ങനെ അധികം ലക്ഷറി വണ്ടികളിൽ മാത്രം കാണുന്ന ഒരു ഇതാണ്. ചെറിയൊരു കുറച്ച് പേപ്പേഴ്സൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോറൊക്കെ ഉണ്ടല്ലേ, ഒരു ഡ്യുവൽ ടോൺ വുഡിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പക്ക ഫ്ലാറ്റാണ്. നമ്മൾ MG തിയേറ്ററിലൊക്കെ കാണുന്ന പോലെ പക്ക ഫ്ലാറ്റാണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സീറ്റും നല്ല ഫ്ലാറ്റായിട്ടുള്ളൊരു ബോട്ടൊക്കെ ഉള്ള കാരണം 3 പേർക്ക് വേണമെങ്കിൽ 4 പേർക്ക് വരെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളുണ്ട്. പിന്നിൽ 2 കുട്ടികൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഒരു 7 പേർക്ക്, 5 മുതിർന്നവർക്കും 2 കുട്ടികൾക്കും സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. അപ്പോൾ XUV 500 2013 മോഡൽ 5,50,000 രൂപ കേട്ടോ. ഡീസൽ വണ്ടി, 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഹോണ്ട സിറ്റിയാണ്. 2016 മോഡൽ വണ്ടിയാണിത്. വൈറ്റ് കളറിൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഇത് സിംഗിൾ ഓണറാണ് കേട്ടോ. 2016 മോഡൽ സിംഗിൾ ഓണർ, 94,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6.5 ലക്ഷം രൂപയാണ്.
ഇത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഈ ഹോണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിലയബിലിറ്റി ആട്ടോ, പിന്നെ ബിൽഡ് ക്വാളിറ്റിയും രണ്ടും ഹോണ്ടേനെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്ത്യയിലൊക്കെ കണ്ടില്ലേ, ഇപ്പോഴും നല്ല പുതുപുത്തനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് നമുക്ക് തോന്നുക. വളരെ നല്ല മൈലേജും നല്ല പെർഫോമൻസൊക്കെ തരുന്ന വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഒരു ഫാമിലിക്ക് ഒരു സെഡാൻ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി. സെൻട്രൽ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇത് 2016 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. അതാണ് സ്പെഷ്യാലിറ്റി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 94,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നമുക്ക് ഇനി റിയർ സൈഡൊക്കെ നോക്കാം. ഇവിടെ 3 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. സെൻട്രലിൽ ഒരു ആംറസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബീച്ച് കളറിൽ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. 2016 മോഡൽ, സിംഗിൾ ഓണർ, 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടി. ആസ്കിംഗ് പ്രൈസ് 6.5 ലക്ഷം രൂപയാണ്. ഹോണ്ട സിറ്റി നല്ല വൈറ്റ് കളറിലുള്ള ഐവി ടെക്കിൻ്റെ എഞ്ചിനൊക്കെയുള്ള റിലയബിലിറ്റിക്കും പെർഫോമൻസിനൊക്കെ പേര് കേട്ട ഹോണ്ട സിറ്റി. ഇനി അടുത്തത് വരുന്നത് എക്കോസ്പോർട്ടാണ്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ടാണ്. ആൾക്കാർ പറയും ഫോർഡ് നിർത്തിപ്പോയി എന്ന്. പേടിക്കേണ്ട, ഫോർഡ് തിരിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിർത്തിയിട്ടായാലും സർവീസും കാര്യങ്ങളും സ്പെയർ പാർട്ട് അവൈലബിലിറ്റി ഒക്കെ പക്കയാണ്. കണ്ടും പൊട്ടി വണ്ടി എടുക്കാം. നല്ല വണ്ടിയാണ്. എനിക്കും ഫോർഡാണ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയാണ്. തീർത്തും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2014 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 67,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഡീസൽ വണ്ടിയാണ്. 6.40 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 6,40,40,000 രൂപ. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. മാത്രമല്ല നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള കാരണം നമുക്ക് എവിടെയും കയറ്റിക്കൊണ്ട് പോവാം. 4 വീൽ ഡ്രൈവ് അല്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. എന്നാലും എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്. നല്ല സീറ്റും കാര്യങ്ങളും നല്ല സപ്പോർട്ടൊക്കെ തരുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടി ഓടിക്കാനാണെങ്കിലും നല്ല രസമുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഇത്തിരി ഉയർന്ന സീറ്റിംഗ് പൊസിഷനൊക്കെ ആയ കാരണം നല്ല ഡ്രൈവിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നിൽ കണ്ട നല്ല ഒരു ബോട്ടിൽ ഹോൾഡറും ഒക്കെ ഒരു വെറൈറ്റി. നമുക്ക് 5 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നിലേക്കും ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കാണുന്ന ഫോർഡ് എക്കോസ്പോർട്ട്. ടൈറ്റാനിയം ഗ്രേ കളറുള്ളത്. 2014 മോഡൽ, സിംഗിൾ ഓണർ, 67,000 കിലോമീറ്റർ, ഡീസൽ വണ്ടിയാണ്. 6,40,40,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നല്ല മൈലേജൊക്കെ തരുന്നൊരു വണ്ടിയാണ്. ഇനി എനിക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ റിക്വസ്റ്റ് സെൻസർ ഉണ്ട് ബാക്കിലൊക്കെ, ബൂട്ട് തുറക്കാൻ റിക്വസ്റ്റ് സെൻസറൊക്കെ ഉണ്ട്. നല്ല വലിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നമുക്കൊരു ട്രിപ്പൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ വണ്ടി അനുയോജ്യമായിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം ഇഷ്ടം പോലെ ലഗേജ് കയറ്റാം. 5 പേർക്ക് പോവാം. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള കാരണം ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. ഇനി അടുത്തതും ഹോണ്ടയുടെ തന്നെ വേറൊരു വണ്ടിയാണ്. അമേസാണ്. ഹോണ്ട അമേസ് കാമിലിയോൺ റെഡ്, പേൾ റെഡൊക്കെയാണ് ഇതിൻ്റെ കളറിൻ്റെ പേര് പറയുന്നത്. ഇത് ഹോണ്ട അമേസ് ഒരുപാട് വിറ്റുപോയിട്ടുള്ള വണ്ടിയാണ്. അതും എന്താ പറയുക, മാർക്കറ്റിൽ വിജയിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് ഹോണ്ട അമേസ്. അമേസിനെ കുറിച്ച് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണമെന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം വളരെ റിലയബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വണ്ടിയാണ് ഹോണ്ട അമേസ്. ഈ വണ്ടി 2015 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഡീസലാണ്. 5,50,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഇതിൻ്റെ സീറ്റൊക്കെ ഇൻറ്റീരിയറൊക്കെ നോക്കി നിങ്ങൾ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല ബീച്ച് കളറിൽ നല്ല റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, അടിപൊളി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഹോണ്ട അമേസ്. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം. 2015 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 65,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസൽ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 5.5 ലക്ഷം. 5,50,000 രൂപ ഹോണ്ട അമേസ്. ഇനി ഒരു 7 സീറ്റർ വണ്ടിയാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. വളരെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു 7 സീറ്റർ. ദാറ്റ്സിൻ്റെ ഗോ പ്ലസ് ആണ് ഈ വണ്ടി. ഒരു ബ്രോൺസ് ഗ്രേ കളറിലുള്ള വണ്ടിയാണ്. 2015 മോഡലാണ്. ഇത് സിംഗിൾ ഓണറാണ്. 79,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,20,000 രൂപയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വലിയ ഫാമിലിയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്കാണെങ്കിൽ അത്ര ഒരു 7 സീറ്റർ വാങ്ങാനുള്ള ഒരു ബഡ്ജറ്റൊന്നും ഇല്ലാത്തവർക്ക് എടുക്കാവുന്നൊരു വണ്ടിയാണ് ദാറ്റ്സിൻ്റെ ഗോ പ്ലസ്. കാരണം
ഇതെന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് തേർഡ് റോ ഉണ്ട് വണ്ടിക്ക്. ഇനി അത് മാത്രമല്ല, ഫ്രണ്ടിലൊരു കുട്ടീനടക്കം 3 പേർക്ക് കയറാം. അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറൊക്കെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയൊക്കെയാണ്. വലിയ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊന്നും വരാത്ത ഒരു എന്താ പറയുക, ഒരു മോഡലാണ് ദാറ്റ്സിൻ്റെ ഗോ പ്ലസ് എന്ന് പറയുന്നത്. കണ്ട, തേർഡ് റോ ഒക്കെ ഉണ്ട്. ഇനി ആ തേർഡ് റോ നമുക്ക് മടക്കി വയ്ക്കുകയാണെങ്കിൽ ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് അതിനും കിട്ടും. അപ്പോൾ 3 റോ ഒരു ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ദാറ്റ്സിൻ്റെ ഗോ പ്ലസ്. 2015 മോഡല്, സിംഗിൾ ഓണറാണ്, 79,000 കിലോമീറ്റർ, പെട്രോൾ വണ്ടി. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,20,000 രൂപയാണ്. എൻ്റെ ടയറൊക്കെ നല്ല അലോയും കാര്യങ്ങളൊക്കെയാണ്. ഇനി വരുന്നത് ഒരു ഗ്രാൻഡ് ഐ10 ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ മോഡലുകളുടെ കൂടെ ഈ പ്രൈസിൻ്റെ മേലെ ചെറിയൊരു എമൗണ്ട്, ഒരു 1-2% ഒക്കെ നമുക്ക് ഷോറൂം കമ്മീഷൻ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ പറയാം. അപ്പോൾ ഇത് ഗ്രാൻഡ് ഐ10 മാഗ്ന 1.2. ഇത് കണ്ടില്ലേ, ഇൻറ്റീരിയറിൽ നല്ല നീല വെളിച്ചമൊക്കെ ഉള്ള വണ്ടിയാണ് ഗ്രാൻഡ് ഐ10. അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ കുറച്ച് ഗിമ്മിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2019 മോഡലാണ്, സിംഗിൾ ഓണറാണ്, ഒരു 35,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്, പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്രാൻഡ് ഐ10 ആണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഐ10നൊക്കെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ്. കുറേ പേര് ഗ്രാൻഡ് ഐ10 വേണം, അതന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, പെട്രോൾ വണ്ടിയാണ്. 5 ലക്ഷം രൂപയ്ക്ക് നല്ല എന്താ പറയുക, ഒരു ബെസ്റ്റ് ബൈ ആണ് നമ്മുടെ ഗ്രാൻഡ് ഐ10. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ മുകളിലുള്ള നമ്പറുകൾ നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കുക കേട്ടോ, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. അടുത്തത് റെനോൾട്ടിൻ്റെ ഒരു വണ്ടിയാണ്. റെനോൾട്ടിൻ്റെ കൈഗർ എന്ന് പറയും, കൈഗർ RHC. ഇതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പക്ക ഒരു SUV സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. ഇതിൻ്റെ ബോണറ്റിലെ പവർ ബൾജും ലൈറ്റും ഒക്കെ നിങ്ങൾ നോക്കിയേ, ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ നിന്ന് വേറിട്ടിട്ടുള്ളൊരു വണ്ടി വേണം, വേറിട്ടുള്ളൊരു ഡിസൈൻ ഫിലോസഫി വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം. ഒരു ഡ്യുവൽ ടോണിലുള്ള ഒരു വണ്ടിയാണ് റെനോൾട്ടിൻ്റെ കൈഗർ RHC എന്ന് പറയണത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കട്ടെ, നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. സ്പീക്കേഴ്സും സീറ്റൊക്കെ ഉണ്ടില്ലേ, നല്ല റെഡ് കളറിൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് പുതിയ വണ്ടിയാണ്, 2021 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്, വെറും 15,000 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ, പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,95,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾക്കൊരു പുത്തൻ വണ്ടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 2021 പറയുമ്പോൾ എന്താ പറയുക, ഇയറും അത്ര പഴയതായിട്ടില്ല, ആകെ 15 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. നിങ്ങൾ ഇൻറ്റീരിയറൊക്കെ നോക്കും, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിലും നല്ല മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടി കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടും. നല്ല ഒരു സീറ്റ് കളറ് കാര്യങ്ങളൊക്കെയാണ്, പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാവും വണ്ടി. പിന്നിൽ ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ളൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക ഒരു SUV വണ്ടിയാണ് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ സ്റ്റൈലിംഗ് ആണ് നമ്മൾ എടുത്തു പറയേണ്ടത്. മുന്നോട്ട് പിന്നെ വരെ ഡിസൈൻ അക്രമമാണ്. ഇതിൻ്റെ ടെയിൽ ലൈറ്റൊക്കെ നോക്കിയൊരു പ്രത്യേക ഡിസൈനിലാണ്, മൊത്തം കുറേ ബൾജും കുറേ ലൈൻസും ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീനിലാണെന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.